വെൽക്കം ടു എഡീന അക്കാഡമി. എഡീന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, എ ഗവൺമെന്റ് ഓഫ് കേരള എന്റർപ്രൈസസ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് KSDPL പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനിയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1974, has been manufacturing and supplying essential and life-saving medicine to cater the need of the common patient resorting to government hospital in the state of Kerala. CMD on behalf of KSDPL invite applications from qualified and competent candidate to be posted as trainees under training and development scheme of KSDPL. Interested applicants may apply online through website of Center for Management Development CMD Tirunelveli. Website address www.cmd.kerala.gov.in. by satisfying themselves with the terms and conditions of the recruitment. Schedule of events. Starting date of submitting online application 12/2/2025 10 AM മുതൽ. Last date for submitting online application 21/2/2025 5 PM വരെയാണ്. ഓൺലൈൻ എക്സാമിനേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 12/2/2025 10 AM മുതലാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21/2/2025 5 മണി വരെയാണ്, വൈകുന്നേരം. ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനും അതിൻ്റെ സാലറിയും നോക്കാം. ആദ്യത്തെ സ്ട്രീം ക്വാളിഫിക്കേഷൻ, ദെൻ സ്റ്റൈഫൻഡ് പെർ മന്ത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആദ്യത്തെ തസ്തിക. വേക്കൻസി വരുന്നത് 2 ക്വാളിഫിക്കേഷൻ MTech or BTech in electrical engineering from a recognized university or institution. ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയും സെക്കൻഡ് ഇയറിൽ 17,000 രൂപയും തേർഡ് ഇയറിൽ 20,000 രൂപയായിരിക്കും മന്ത്ലി സ്റ്റൈഫൻഡ്. ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് വേക്കൻസി 2 ആണ്. MTech BTech in instrumentation from a recognized university or institution. ഫസ്റ്റ് ഇയർ 15,000, സെക്കൻഡ് ഇയർ 17,000, തേർഡ് ഇയർ 20,000. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MTech or BTech in mechanical engineering from recognized university or institution. ഫസ്റ്റ് ഇയർ 15,000, സെക്കൻഡ് ഇയർ 17,000, തേർഡ് ഇയർ 20,000 സ്റ്റൈഫൻഡ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് വേക്കൻസി 4 ആണ്. വേക്കൻസി 4 വേക്കൻസിയാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കുള്ളത്. MTech or BTech in chemical engineering from a recognized university or institution. ഫസ്റ്റ് ഇയർ 15,000, സെക്കൻഡ് ഇയർ 17,000, തേർഡ് ഇയർ 20,000. അടുത്ത പോസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. വേക്കൻസി 2 ആണ്. MTech or BTech in computer science from a recognized university or institution. ഫസ്റ്റ് ഇയർ 15,000, സെക്കൻഡ് ഇയർ 17,000, തേർഡ് ഇയർ 20,000. അടുത്തത് MSc മൈക്രോബയോളജി വേക്കൻസിയാണ്. വേക്കൻസി 2 ആണ്. MSc മൈക്രോബയോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് ഇയർ 15,000, സെക്കൻഡ് ഇയർ 17,000, തേർഡ് ഇയർ 20,000 ആണ് സ്റ്റൈഫൻഡ് വരുന്നത്. അടുത്ത തസ്തിക MPharm or BPharm. വേക്കൻസി
വേക്കൻസി 4 എംഫാം ഓർ ബിഫാം ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയാണ് സ്റ്റൈഫൻഡ്, സെക്കൻഡ് ഇയറിൽ 17,000, തേർഡ് ഇയറിൽ 20,000 സ്റ്റൈഫൻഡ് വരുന്നത്. MBA ഫിനാൻസ് വേക്കൻസി 1 MBA ഫിനാൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് ഇയർ 15,000, സെക്കൻഡ് ഇയർ 17,000, തേർഡ് ഇയർ 20,000. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേക്കൻസി 2 ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഇയർ 12,000, സെക്കൻഡ് ഇയർ 14,000, തേർഡ് ഇയർ 16,000. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വേക്കൻസി 2 ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഇയർ 12,000 സെക്കൻഡ് ഇയർ 14,000, തേർഡ് ഇയർ 16,000 സ്റ്റൈഫൻഡ് വരുന്നത്. ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി വേക്കൻസി വരുന്നത് 1 വേക്കൻസിയാണുള്ളത്. ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഇയർ 12,000, സെക്കൻഡ് ഇയർ 14,000, തേർഡ് ഇയർ 16,000. ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി വേക്കൻസി 2 ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഇയർ 12,000, സെക്കൻഡ് ഇയർ 14,000, തേർഡ് ഇയർ 16,000. AC മെക്കാനിക്ക് വേക്കൻസി 2 ITA സർട്ടിഫിക്കറ്റ് ഇൻ AC മെക്കാനിക് ട്രേഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. AC മെക്കാനിക്ക് വേക്കൻസി 2 വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ ITA സർട്ടിഫിക്കറ്റ് ഇൻ AC മെക്കാനിക് ട്രേഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഇയർ 10,000, സെക്കൻഡ് ഇയർ 11,000, തേർഡ് ഇയർ 12,000 സ്റ്റൈഫൻഡ് വരുന്നത്. ബോയിലർ ഓപ്പറേറ്റർ വേക്കൻസി 3 ITA പാസ് ഇൻ ബോയിലർ അറ്റൻഡന്റ് എക്സാമിനേഷൻ B ക്ലാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഇയർ 10,000, സെക്കൻഡ് ഇയർ 11,000, തേർഡ് ഇയർ 12,000 സ്റ്റൈഫൻഡ് വരുന്നത്. ഏജ് ലിമിറ്റ് ഫോർ ആൾ എബോവ് സ്ട്രീംസ് 18 മുതൽ 36 വരെയാണ്. ഏജ് റിലാക്സേഷൻ ടു SC ST OBC ആൻഡ് അതേഴ്സ്. Terms and conditions for imparting training. The trainees will be imparted training in KSDPL under following terms and conditions. The duration of training will be maximum period of 3 years from date of reporting for training. The training period will be extended for next 1 year only based on previous year performance. KSDPL reserve right to relieve trainees from the training at any time without a notice, without assigning any reason. The above training will not confer on trainees any right for consideration for employment in any units of the company. Training in KSDPL with regard to timing, holding leave, etc. will be governed by the rules and orders in force from time to time. The conduct, attendance, proficiency of training in their training, etc. will be closely watched and the company reserve the right to relieve them. The conduct, attendance, proficiency of trainees in their training, etc. will be closely watched and the company reserves the right to relieve them from training at any time during the training period for unsatisfactory performance without any notice. The trainees shall devote themselves completely and wholeheartedly in their training. Posting of trainees. Selected trainees will be posted for training at KSDPL Kalavur, Alappuzha. Instructions. Cut-off date calculating age is 1/2/2025. Age relaxation is applicable to SC, ST, OBC and other eligible category applicants as per Government Kerala norms. Eligibility for relaxation should be proven by producing necessary certificate from competent authority. Applicant must be citizens of India. Applicants are required to go through
the detailed notification carefully and decide themselves about their eligibility for this recruitment before applying online. KSDPL or CMD shall not be responsible for any discrepancy in submitting the online applications. Application must compulsory fill up the relevant field in online application. Incomplete, incorrect application form will be summarily rejected. Applicants എല്ലാം കെയർഫുൾ ആയിട്ട് ഫില്ല് ചെയ്യുക. The qualifications stipulated for the post must be from a recognized university or institute. Those applicants having qualification equivalent to any of the prescribed qualification should submit equivalent certificate issued by the competent authority, and without such certificate their application shall not be considered. ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടവർ കോമ്പറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. Candidate must upload either the original certificate or provisional certificate issued by competent authority when submitting their education qualification certificate. Uploading mark sheet, consolidated mark sheet or statement instead of certificate will not be accepted, and such application will be rejected. Application should have valid personal email ID and mobile number, which should kept active till the completion of this recruitment process. CMD may send intimation to download call letter for written test and proficiency assessment interview through registered email ID. In case of candidate does not have a valid personal email ID, he or she should create his or her new email ID and mobile number. Before applying online, must maintain that the email account and mobile number are working. Please note that only shortlisted candidate will receive intimation via email, SMS, phone call regarding selection process. ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് എല്ലാം ക്ലിയർ ആയിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത്. ഹെൽപ്ഡെസ്കിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അത് കോൺടാക്ട് ചെയ്ത് ഡൗട്ടുകൾ ഒക്കെ ചോദിക്കാവുന്നതാണ്. 10 മണി മുതൽ 5 മണി വരെ ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ ആണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21/2/2025 5 PM വരെയാണ്. അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക ഓൺലൈനായിട്ട്. CMDയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കുക. Thanks for watching my channel. Thanks for watching my videos. Thanks for watching my channel. ഇഡിന അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമൻ്റായി രേഖപ്പെടുത്തുക. ചാനൽസ് വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യുക. വീഡിയോസ് ഷെയർ ചെയ്യുക. ചാനലിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching my channel and thank you for watching my videos. Thank you.